ചിരിക്കരുതേ. മീറ്റ് അൻവിൻ ജോസ്. സുഗുണം പോകരുത്. ഒന്നും ചോദിച്ചില്ലാലോ, എല്ലാം അറിയണം. വരൂ. UK ഭയങ്കര ഒരു ലക്ഷൂറിയസ് ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത് അതിലൂടെ ഒരു ഓഡിയൻസിനെ വളർത്തിയെടുത്ത് കുട്ടികളുടെ ഇടയിൽ സിംഗിൾ സിഗ്മ ലൈഫ് പുട്ട് ഔട്ട് ചെയ്തു. എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട, ചർച്ച വേണം. എന്നൊരു പ്ലാൻ ഉണ്ടോ? ഇല്ല. കല്യാണം കഴിക്കാൻ വിരോധമാണോ? വിരോധമൊന്നുമില്ല. ഇപ്പൊ എന്തായാലും പ്ലാൻ ഇല്ല. ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിന്നുന്നതെല്ലാം പൊന്നാണ്. ഓരോ ജന്മങ്ങളെ. അപ്പൊ പിന്നെ ഇതാരാ അൻവിനെ? ഈ നിലമ്പൂറുള്ള കൊച്ചിനെ മറന്നോ? പോട്ടെ. എന്തിന്റെ കുഞ്ഞാണോ ഇത്? പോട്ടെ. ഇയാള് മൾട്ടി മില്യണർ ആണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും ഈ കുട്ടിക്ക് കോളേജില് പഠിക്കാനുള്ള ഫീസിന് വേണ്ടിയിട്ട് GoFundMe പേജ് വരെ കുട്ടിക്ക് തുടങ്ങേണ്ടി വന്നു. ഞാൻ പെട്ടു. ഒരു വൃദ്ധസദനം നടത്തിയിട്ട് മൾട്ടി മില്യണർ ആയിട്ട് റിട്ടയർ ആകാൻ പറ്റുമെന്നാണോ നിങ്ങൾ എല്ലാരും പറയുന്നത്? നീ എന്നെ കളിയാക്കുക അല്ല, കാര്യമായിട്ടാക്കിയത്. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഞാനിവിടെ വന്നത് ഞങ്ങൾ തമ്മിൽ ഒരു ബിസിനസ് പ്ലാൻ സംസാരിക്കാനാണ്. എന്തൊരു പെർഫോമൻസ് എവിടെ നിന്ന് കിട്ടി? അറിയാം, കുറെ ബിസിനസ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാലും ഒരു ആവറേജ് എത്ര ബിസിനസ് ഇപ്പൊ ഈ തലയിൽ കൂടെ ഓടുന്നുണ്ടായിരിക്കും കറന്റ്ലി ഇപ്പൊ? എന്നാലും എത്ര വണ്ടി ഉണ്ടാവും? ഞാൻ ഇന്റർവ്യൂ കണ്ടോണ്ട് വിരലിൽ എണ്ണാൻ പറ്റാത്തത്. എന്നാലും ഒരു എക്സാക്ട് കൗണ്ട് വിരലിടാനൊക്കെ പറ്റി 21 വണ്ടി. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫാം ഹൗസ്, ആ റെന്റഡ് ആയിട്ടുള്ള ഒരു ഫാം ഹൗസ് ഉണ്ടല്ലോ, ആ പറയുന്ന ഫാം ഹൗസിന്റെ റെന്റ് കൊടുക്കാതിരുന്നിട്ടുണ്ടോ? അത് മേടിച്ചതാണെന്ന് പറയരുത്. 2017 അത് മേടിച്ചതാരാണെന്നുള്ള ഡീറ്റെയിൽ ഉണ്ട്. അത് ഞാനിവിടെ ഔട്ടാക്കുന്നില്ല. ഈ വീഡിയോ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ കൂട്ടുകാരെ വരെ ത്രെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരും ഇവരുടെ ടീം. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. സ്വയം വരുത്തി വെച്ചല്ലേ എല്ലാം നിന്റെ വിധിയാണെന്ന് സമാധാനം. എന്തിന് സെറ്റിൽമെന്റ് ഓഫറിൽ വരെ വന്നിരുന്നു. കമ്മിങ് ടു ദ പോയിന്റ്, ഇതൊരു 3 പാർട്ടുള്ള സീരീസ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ കണ്ടതൊരു ട്രെയിലർ മാത്രം. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അൻവിന്റെ സ്കാം അക്യൂസേഷനെ കുറിച്ചിട്ടാണ്. ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ല. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ. അബദ്ധം പറ്റുമോ സാറേ? എങ്ങനെ അബദ്ധം? ഇവിടെ പാടാൻ ഞാൻ പറയാം. നമുക്കെതിരെ ആൾക്കാർ തിരിയാണെങ്കിൽ പിന്നെ നമ്മളവിടെ നിൽക്കരുത്. വലിയ